പണ്ടൊരു താത്ത പറഞ്ഞ മാതിരി ഞാനും എന്റെ കെട്ടിയോനും ഒരു തട്ടാനും മാത്രം മതി ലോകത്ത്, വേറെ ആരുടെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ സുഡാനിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതേ സംഭവം ഇപ്പോ ഗസയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാ, ഇസ്രായേൽ എന്ത് തെമ്മാടത്തിലാണ് കാണിക്കുന്നത്, ഇസ്രായേലിനെ ഒരിക്കലും അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, എത്ര മനുഷ്യരാണ് അവിടെ മരിക്കുന്നത്, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് പിടഞ്ഞ് മരിക്കുന്നത്, എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവിടെ ഭക്ഷണം കിട്ടാതെ അവർ മരിച്ചു പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് ഇസ്രായേൽ അവർ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷെ ഇതേ സംഭവങ്ങള് അല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ട്, അതായത് ഇപ്പോ കണക്കുകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റുവാണ്ടയിലൊക്കെ ഉണ്ടായിട്ടുള്ള വംശഹത്യ ഒരു ദിവസം കൊണ്ട് ഒരു സ്പോട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഭീകരത എത്രയായിരിക്കും. അതാണ് ഇപ്പൊ സുഡാനില് സംഭവിക്കുന്നത്. മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നത്. അതിന് സൗദി പോലെയുള്ള വൻകിട രാജ്യങ്ങൾ വലിയ തോതിൽ സപ്പോർട്ടും മറ്റുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഡാനില് ഇപ്പോ നല്ല രീതിക്ക് സ്വർണത്തിന്റെയും പിന്നെ ഈ ഓയിലിന്റെയും ഒക്കെ നിക്ഷേപങ്ങളുണ്ട്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടെ മരിച്ചു വീഴുന്നത് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പലസ്തീനിലാണെങ്കിലും സുഡാനിലാണെങ്കിലും നൈജീരിയയിലാണെന്നുണ്ടെങ്കിലും സിറിയയിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും മനുഷ്യര് എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മുടെ ഒരു പ്രശ്നത്തോട് പ്രതികരിക്കുന്നതിന്റെ രീതിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉഗാണ്ട പോലെയുള്ള അല്ലെങ്കിൽ നൈജീരിയ പോലുള്ള സ്ഥലത്തൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളോട് ഈ ഒരു നിസ്സഹകരണം ഇൻ ടോട്ടല് മനുഷ്യരിൽ ഉണ്ടാവുന്നത്? മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് സ്വാഭാവികമായിരിക്കും. കാരണം വെച്ചാൽ മീഡിയ ഒക്കെ വൻകിട കുത്തകളുടെ കീഴിൽ ആണ്. പക്ഷെ ഇപ്പോ ഗസയിലൊക്കെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങള് നടന്നിരുന്ന സമയത്തൊക്കെ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന വലിയ വലിയ നേതാക്കന്മാരുണ്ട്. പിന്നെ അവിടെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ഒക്കെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞിരുന്ന, അതായത് കൂട്ടത്തോടെ വന്ന് ഇവിടെ പേരെടുത്ത് വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ നൈജീരിയയിലും സുഡാനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നം, നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈജീരിയയിലാണെങ്കിലും സുഡാനിലാണെന്നുണ്ടെങ്കിലും പലസ്തീനിലാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണ്. ഒരു കുഞ്ഞു പോലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, ഒരു മനുഷ്യൻ പോലും മരണപ്പെടാൻ പാടില്ല, ഒരു സ്ത്രീ പോലും പലതവണ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, പലതവണ പിച്ചി ചീന്തി മരിക്കാൻ പാടില്ല. എനിക്കിത്രേ പറയാനുള്ളൂ.